മണിക്കൂർ കൊണ്ട് അവർ മുടി പിന്നിക്കഴിഞ്ഞു. ഇനി ചുരുട്ടുന്നതാണ് ട്വിസ്റ്റ്. എന്നോട് അനങ്ങാണ്ടിരിക്കാൻ പറഞ്ഞിട്ട് അവരൊരു ബക്കറ്റിൽ എൻ്റെ മുടി മുക്കിയിട്ട് നല്ല തിളച്ച വെള്ളം അതിലോട്ടൊഴിച്ചു. എൻ്റെ കിളി പോയി എന്ന് വേണം പറയാൻ. നമ്മളിത് കണ്ടിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ ആയിരിക്കണം മുടി കേൾ ചെയ്തിട്ടുണ്ടാവുക. ഇവർ അങ്ങനെയൊന്നും ചെയ്യാറില്ലെന്ന് തോന്നുന്നു, കേളറൊക്കെ യൂസ് ചെയ്ത്. അങ്ങനെ അവർ ചൂട് വെള്ളത്തിൽ ആ ഒരു ഹെയർ മുക്കി പിന്നെ ഒരു ടവൽ വെച്ച് അതിങ്ങനെ റാപ്പ് ചെയ്തെടുത്തു. അങ്ങനെ 2 സൈഡും അവർ ചെയ്തു. ഈശോമറിയ ഔസേപ്പിന്ന് വിളിച്ച് പേടിച്ചവിടെ ഇരുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ നല്ല തിളച്ച വെള്ളം ഒഴിക്കുന്ന പരിപാടിക്ക് ശേഷം അവർ ആ മുടിയൊക്കെ കൂടെ അങ്ങ് റാപ്പ് ചെയ്ത് സെറ്റാക്കുമായിരുന്നു. അതിനുശേഷം ഏകദേശം 1 മണിക്കൂറോളം അവരത് വെച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അത് അഴിച്ചതിന് ശേഷം ഇതിങ്ങനെ അവർ ഓരോന്നായിട്ട് പൊട്ടിച്ചെടുക്കുമായിരുന്നു. അപ്പൊ 5 മണിക്കൂർ കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഞാൻ 2 മണിക്കൂർ പ്രതീക്ഷിച്ച് വന്നിട്ട് ഇപ്പൊ 5-5.5 മണിക്കൂർ അവർക്ക് ചെയ്യാനും പിന്നെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ലൈക്ക് ഹീറ്റ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ലുക്കാണിത്. ഫൈനൽ ലുക്ക് കാണിക്കാം ഗൈസ്. അങ്ങനെ അവസാനം പരിപാടി അവസാനിച്ച് സ്പ്രേ ഒക്കെ അടിച്ച് അവർ സെറ്റാക്കി. നല്ലോണം ഒരു സ്പ്രേ ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ ലോങ് ഹെയർ ഒക്കെ ഇഷ്ടമായി. എനിക്ക് വളരെയധികം ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു ലുക്ക്. പിന്നെയും കുറേ അറ്റകുറ്റപ്പണികളുണ്ടായി. ഇത് ചെയ്തു എന്ന് കരുതി പലരും എന്നെ ജഡ്ജ് ചെയ്തേക്കാം. പക്ഷെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് ഐ ആം ആക്ച്വലി വെരി വെരി ഹാപ്പി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറേ ലൈക്ക് വൺസിനെ ലൈഫ് ടൈം ട്രൈ ചെയ്യാനൊക്കെ അടിപൊളിയാണ്. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ. പോകാൻ വരട്ടെ. കുറച്ച് ഫോട്ടോസ് കൂടെ ഉണ്ട്. എന്തായാലും ഹെയർ ഒക്കെ ചെയ്തല്ലേ, നല്ല അടിപൊളിയായിട്ടൊരു സാരിയൊക്കെ എടുത്ത് കുറച്ചധികം ഫോട്ടോസ് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതിപ്പോൾ ചുറ്റുമുള്ള ആർക്കും അത് ഇഷ്ടമായില്ലെങ്കിലും നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുക എന്നുള്ള ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഇഷ്ടം പോലെ ജീവിക്കുക. ബൈ ബൈ.